श्रीकृष्ण लीलामृतम् श्रीकृष्ण കാരാഗൃഹത്തിന്റെ വാതിൽ പിന്നിൽ അടഞ്ഞു. വസുദേവൻ ദിവ്യശിശുവിനെ കൊണ്ട് അപരിചിതമായൊരു യാത്രയ്ക്ക് പുറപ്പെട്ടു. കൊടുങ്കാറ്റും മഴയും നിറഞ്ഞ രാത്രിയിൽ വസുദേവൻ ഒറ്റയ്ക്ക് മുന്നോട്ടു നടന്നു. ദൈവദൗത്യം അവനെ നയിച്ചു. മുന്നിൽ ഉഗ്രമായി ഒഴുകി യമുനാ നദിയെ. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയം ഉണ്ടായില്ല. വസുദേവൻ പതുക്കെ യമുനയുടെ വെള്ളത്തിലേക്ക് കാൽവച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസം മാത്രമായിരുന്നു വഴികാട്ടി. അത്ഭുതം സംഭവിച്ചു. യമുനയുടെ വെള്ളം ഇരുവശത്തേക്ക് മാറി. ദിവ്യശിശുവിന് വഴി തുറന്നു. ആ സമയം ശേഷനാഗൻ തന്റെ വലിയ കൈയിൽ ദിവ്യശിശുവിനെ മഴയിൽ നിന്ന് കാത്തു. യമുനയുടെ വെള്ളം പോയി ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അത് ഭക്തിയോടെ കുഞ്ഞിന്റെ പാദം സ്പർശിച്ചു. വസുദേവൻ മുന്നോട്ട് നടന്നു. പ്രകൃതിയും നിശബ്ദമായി ഈ ദിവ്യയാത്രയെ അനുഗമിച്ചു. യാത്ര പൂർത്തിയാകുമ്പോൾ യമുന വീണ്ടും സ്വഭാവത്തിലേക്ക് മടങ്ങി. അങ്ങനെ വസുദേവൻ ഗോകുലത്തിന്റെ കരയിൽ എത്തി. ദിവ്യചരിത്രത്തിന്റെ പുതിയ അധ്യായം തുടങ്ങി. ഈ ചെറിയ ശ്രമം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും അഭിപ്രായം രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ഭാഗം ഗോകുലത്തിലെ അദ്ഭുതരാത്രി.